എന്നാൽ വേഗം കഴിച്ചാട്ടെ. എടാ അങ്ങോട്ട് നോക്കടാ, എത്ര സുന്ദരനാ, എന്നാ കളറാ. തല മാത്രമല്ല മനസ്സും വെള്ളയാ. എല്ലാവർക്കും വേഗം വിളമ്പി കൊടുക്ക്, വയറ് നിറച്ച് കഴിക്കട്ടെ. അനിയ മനോഹര, ചേട്ടന് കോഴിക്കറി കൊടുക്കടാ. വീട്ടിൽ വന്നവർക്ക് വയറ് നിറച്ച് ആഹാരം കൊടുത്ത് സന്തോഷിക്കുന്ന കണ്ടില്ലേ, നല്ല മനസ്സിന്റെ ഉടമയാടാ. നല്ല മുഴുത്ത കഷ്ണം നോക്കി വിളമ്പി കൊടുക്കടാ. ഇഷ്ടം പോലെ കൊടുത്തോളാം. സാർ വിളമ്പണ ആൾക്കാരെ മാത്രമേ കാണുള്ളൂ. സാർ താഴേക്കൊന്ന് കുനിഞ്ഞ് പന്തിയിൽ ഉണ്ണാനിരിക്കുന്നവന്മാരെ ഒന്ന് നോക്ക്. എന്തിനാടാ ഇവര് കരയുന്നത്? കറിക്ക് എരിവ് കൂടുതലായിരിക്കും. എരിവ് കൊണ്ടൊന്നുമല്ല സാർ, ഇനി നടക്കാൻ പോണ പൂരത്തെ കുറിച്ച് ഓർത്തിട്ടാ. എല്ലാവരും വയറ് നിറച്ച് കഴിച്ചോ? ആർക്കും ഒരു കുറവില്ലല്ലോ അല്ലേ? അനിയ മനോഹര, ആ പുറത്തേക്കുള്ള ഗേറ്റ് വലിച്ചടക്കടാ. എന്താ പോലീസിനെ നോക്കി കളിയാക്കണോ? VK പെരിങ്കുഴിക്കില്ലേ? ഒബ്ജെക്ഷൻ മിസ്റ്റർ കാക്കി തൊപ്പി. ഈ വീടിന്റെ മുകളിൽ ഒരു കാക്ക കാഷ്ടിക്കണമെങ്കിൽ പോലും എന്നോട് ചോദിക്കാതെ ചെയ്യില്ല. ശരിയല്ലേ ചേട്ടാ? തീർന്നിട്ടില്ല. ഇവന്മാരുടെ തലയിൽ ഒരു പേൻ ഇഴയണമെങ്കിൽ എന്റെ പെർമിഷൻ തീർച്ചയായും വേണം. അങ്ങനെയല്ലേ? ഇങ്ങോട്ട് നോക്കു വക്കീലേ. അങ്ങോട്ടൊന്നും നോക്കാൻ പറ്റില്ല. എന്താന്ന് വേഗം പറ. അവൻ MLA മോന്റെ ദേഹത്താ കൈവച്ചിരിക്കുന്നത്. MLA മോൻ എന്താ തലയിൽ കൊമ്പുണ്ടെന്നാ? എന്താ അടിക്കാൻ പാടില്ലേ? അക്കോർഡിംഗ് ടു ദ അടിപിടി കേസ് ഓഫ് തരികിട ബ്രദേഴ്സ്, MLA മോന്റെ മുതുകിന് പടോ എന്ന ഒരു അടി കൊടുത്തത്, മോന്ത ആകെ മൊത്തം ഡെന്റാക്കി ഡാമേജ് ആക്കിയത്, അങ്ങനെയുള്ള എല്ലാ കുറ്റത്തിനുള്ള ആന്റിസിപ്പേറ്ററി ബെയിലാണിത്. ബൈ ദ ബൈ, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ നല്ല പറയാറ്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ. മൂക്കിൽ ഇടി വീഴും മുമ്പ് മുൻജാമ്യം എടുത്ത് കളയും. എന്താ വീടിന്റെ അകത്തേക്ക് പോകുന്നു ഇൻസ്പെക്ടർ? ഈ വഴി പൊക്കോളൂ. പോയി ചീട്ട് കളിക്കുന്നവരെ ഓടിച്ച് കൊല്ലാൻ നോക്ക്. പ്ലീസ് യു മേ ഗോ. വിട്ടോ. എന്തിനാ വെറുതെ നടക്കുന്നവരുടെ കൈയും കാലും അടിച്ചോടിക്കുന്നത്? ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാലേ നാട്ടിലുള്ള ഡോക്ടർമാരെല്ലാം കോടീശ്വരന്മാരാവൂടാ. ചേട്ടാ, എന്താടാ? ഈ വീട് ഇടിച്ച് 3 നിലയായിട്ട് കെട്ടിയിട്ട് 3ാമത്തെ പോർഷൻ കോർട്ടിനും താഴത്തെ പോർഷൻ പോലീസ് സ്റ്റേഷന് വാടകയ്ക്ക് കൊടുത്തിട്ട് നടുക്ക് സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാൻ ചേട്ടാ. എന്തിനാടാ? പോലീസ് സ്റ്റേഷനിലേക്കും കോർട്ടിലേക്കും എനിക്ക് അലയാൻ പറ്റില്ല ചേട്ടാ, അലയാൻ പറ്റില്ല. ഹലോ, നിങ്ങളാരാ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. നിങ്ങളെ കാണാൻ വേണ്ടി സച്ചിൻ തെണ്ടുൽക്കർ ഉണ്ടോ അവിടെ? സച്ചിൻ തെണ്ടുൽക്കറോ? സച്ചിന്റെ വീടാന്നോർത്ത് അഡ്രസ് മാറി വന്നതാ. എന്തായാലും വന്നില്ലേ, എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ മതി. കഴിക്കാനല്ലേ പറഞ്ഞോളൂ. മോനെ വിനായക, വരണം അമ്മാവാ, കണ്ടിട്ട് കുറെ നാളായല്ലോ. ഇതെന്ത് വാട ഈ പെണ്ണുങ്ങളെ പോലെ? ഒരുത്തൻ തുണി കഴുകുന്നു, ഒരുത്തൻ പാത്രം കഴുകുന്നു, ഒരുത്തൻ തുണി വിരിച്ചിടുന്നു, ഒരുത്തൻ പച്ചക്കറി ഇടുന്നു, ഒരുത്തൻ തേക്കുന്നു. കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞ് നാട് മുഴുവൻ കൊട്ടി കൊഴിച്ച എങ്ങനെയാടാ? ഇതിനൊക്കെ ഞാൻ എടുത്തില്ല. അയ്യോ, കല്യാണം കേൾക്കുമ്പോ തന്നെ ചേട്ടൻ ദേഷ്യം വരും. ഇയാള് ചേട്ടനെ ടെൻഷൻ ആക്കാണല്ലോ. മരുമോനെ, മാധവൻകുട്ടിയുടെ ചേച്ചി മല്ലികയുടെ പേരക്കുട്ടി ആഫ്സാരി എടുത്ത് അങ്ങ് വലുതായി നിൽക്കുവല്ലേ? മോനൊരു വാക്ക് പറഞ്ഞാ മതി, പെട്ടെന്ന് ബന്ധം ഉറപ്പിക്കാം. ആട് സ്വന്തമായിട്ട് വെട്ടുകത്തി എടുത്തോണ്ട് വന്ന് എന്നെ വെട്ടെന്നും പറഞ്ഞ് കുനിയാണല്ലോടാ. അമ്മാവൻ വല്ലാതെ ക്ഷീണിച്ചാ വന്നത്. ആദ്യം വല്ലതും കഴിക്കേ, സമയമുണ്ടല്ലോ സംസാരിക്കാൻ. അനിയ മനോഹര, ചേട്ടാ, അമ്മാവന് ആഹാരം വേഗം റെഡിയാക്കടാ മോനെ. ഇപ്പൊ റെഡിയാക്കാൻ ചേട്ടാ. ഏട്ടാ, അമ്മാവൻ നമ്മുടെ രക്തബന്ധമല്ലേ, വേണ്ട ഏട്ടാ, വിട്ടേക്ക്. രക്തം രക്തം രക്തോ? അമ്മാവന് രക്തക്കട്ട കൊണ്ടുള്ള കറി വേണോന്ന്. വേണം. അടിപൊളി സദ്യ. പക്ഷേ ഒരു കുറവ്, ഇതൊക്കെ ഒരു പെണ്ണിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഒരു കിക്ക് കിട്ടിയാണ്. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമാവാ? ഓക്കേ, ഐ ആം അഡ്ജസ്റ്റ്. സൈലൻസ് പ്ലീസ്, ഡോണ്ട് ഡിസ്റ്റർബ്. ഇത് അമ്മാവനും മരുമോനും മട്ടനും നടുവിലുള്ള പ്രശ്നമാണ്. ഐ ആം ട്രൈ. 1000 പേര് അരുവാളും കൊണ്ട് എതിർത്ത് വന്നാലും ഒറ്റയ്ക്ക് നേരിടും ഈ മണികണ്ഠൻ. പക്ഷെ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന് മുന്നിൽ ഞാൻ തളർന്നു. ആദ്യം തിന്നെണീക്ക്, എന്നിട്ടല്ലേ അമ്മാവാ. ഇനിയും കുറച്ചുകൂടെ. സൂപ്പർ. മരുമോനെ, സർവ്വതും കൊള്ളായിരുന്നു. ഒരു വെറ്റയും പാക്കും ചുണ്ണാമ്പും കിട്ടിയ വായൊന്ന് ചുമക്കും. വെറ്റിലേയും ചുണ്ണാമ്പൊന്നും ഇല്ലാതെ നന്നായിട്ട് ചുമക്കുന്നത് കണ്ടോ? എങ്ങനെ? അനിയ മനോഹരോ, ചേട്ടാ, പുറത്തെ ഗേറ്റ് ഒന്ന് പൂട്ടടാ. ഇപ്പൊ തന്നെ പൂട്ടാന്നേ. എന്നെ പൊക്കിയെടുക്കാൻ പറയാണോ? മേടിച്ചോണ്ട് പോകാനാ പറഞ്ഞത്. അമ്മാവാ,
ചേട്ടൻ അനിയന്മാരെല്ലാരും ഇവിടെ സന്തോഷമായി കഴിയുന്നത് കാണുമ്പോ അമ്മാവൻ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? അല്ല വരുവാനെ. ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് മൊത്തത്തിൽ ഞങ്ങളെ പിരിക്കണോ അല്ലേ അമ്മാവ? ഞാനിനി എന്ത് പറയാനാ? സോറി വരുവാനെ. തൂക്കി എറിയടാ. കല്യാണക്കാര്യവും പറഞ്ഞോണ്ട് ആരെങ്കിലും ഈ വീടിന്റെ പടി കയറി വന്നാ കയ്യും കാലും വെട്ടി ഞാൻ. എന്റെ അനിയന്മാരടാ. മനസ്സിലായില്ല? പെർഫോമൻസ് വേണ്ടേ? എന്നാ പറയട്ടെ. പറയടാ. നിങ്ങളുടെ അൺമാരീഡ് അസോസിയേഷനിൽ എന്നെയും ഒരു അടിമയായി ചേർക്കുവോ ചേട്ടാ? VK പെരുങ്കുഴിയെ, ഇത് നീ ചോദിക്കണോടാ. വാടാ, ചേട്ടാ. അലമേലു, എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. പറയടാ. നമ്മുടെ സ്നേഹം ബ്രേക്ക് ചെയ്തേക്കാം. എന്താ? എപ്പോഴാണ് വിനായകൻ ചേട്ടന്റെ 5ാമത്തെ അനിയനായത് അപ്പോൾ തന്നെ ഞാൻ എൻ്റെ 5 മോഹങ്ങളും അടക്കി കളഞ്ഞു. ഇനി മുതൽ എനിക്ക് പ്രേമമില്ല, കല്യാണമില്ല, ആദിരാത്രിയുമില്ല. എടനാഴി വെച്ച് നീ എന്റെ ചുണ്ട് കടിച്ചു പൊട്ടിച്ച് കീറുന്നതിന് മുമ്പ് ഈ കാര്യം എന്നോടൊന്ന് പറഞ്ഞു കൂടായിരുന്നോ നിനക്ക്? അയ്യോ, എന്റെ ഫീലിങ്സ് ഒന്ന് മനസ്സിലാക്കേ. വിളിക്കുന്നോടാ? നിങ്ങൾ ഓരോരുത്തരെ പ്രേമിച്ച് പറ്റിക്കുന്ന സമയത്ത് ചേട്ടാ ചേട്ടാ എന്നൊക്കെ വിളിക്കാറില്ലേ? അതുകൊണ്ട് ഞങ്ങളും അക്കെ ആക്കെ ആക്കെ എന്ന് വിളിക്കുന്നത്. ആക്കെ 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 എന്നെ എത്ര കുലിക്കിയാലും എന്റെ മനസ്സ് കുലികളിടിച്ച് ആക്കെ. എന്റെ അനിയന്മാരടാ. സ്നേഹിച്ച പെണ്ണിനെ കൈവിട്ട് കളഞ്ഞില്ലടാ. നിനക്ക് കല്യാണം നടക്കില്ല. നീ ഒരിക്കലും കൊണ്ട് പിടിക്കില്ലടാ. നീ പേരെന്നറിഞ്ഞ് നിൽക്കുക. ഇങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞ് പ്രേമിച്ചോണ്ടിരുന്ന എങ്ങനെയാ? എല്ലാരെയും അറിയിച്ച് എപ്പോഴാ കല്യാണം കഴിക്കുന്നത്? വീടിന്റെ മുറ്റത്ത് വലിയ പന്തലിട്ട് നാട്ടുകാരെല്ലാം വിളിച്ച് നാദസ്വര മേളത്തോടെ ഇങ്ങനെ ഒരു കല്യാണം ആദ്യമായിട്ടാണ് നാട്ടുകാർ മൂക്കത്ത് വിരല് വെക്കണം. അതിനു മുമ്പ് നിന്റെ കട്ടപ്പുകയാ വക്കീലേ. ചേട്ടന്റെ അടുത്ത് നിത്യാനന്ദന്റെ ബിൽഡപ്പ് കാണിച്ച് ഇവിടെ ഇരുന്ന് മീശ പിരിച്ച് ഉല്ലസിക്കാണല്ലടാ. അല്ല. ഈ ഒതുക്കത്തിൽ നടന്ന മാറ്റർ ഈ നാട് മൊത്തം ഞാൻ വിളിച്ചു പറയാൻ പോവാ. കാണിച്ചു തരാടാ. എടാ സതീഷേ, സുരേഷ് എന്താ ചെയ്തെന്നറിയാവോ? ഒന്ന് പോടാ. എടാ ഞാൻ പറയുന്നൊന്ന് നീ കേക്കടാ. ഇവിടുന്ന് പോവാനാ പറഞ്ഞ. അവൻ ചെയ്ത ആഭാസം നീ ഒന്ന് കേക്കടാ. നിന്നോടാ പറഞ്ഞ ഇവിടുന്ന് പോവാ. നീ എന്താടാ പതിവില്ലാതെ എന്നെ ഓടിക്കാൻ നോക്കുന്നേ? ജെട്ടിയിടാതെ കുളിക്കാ. എവിടെ? എനിക്ക് ഇനി ശ്വാസം പിടിച്ച് നിൽക്കാൻ വയ്യ. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി മുങ്ങട്ടെ. എത്ര നാളായി? 4 വർഷമായിട്ട്. 4 വർഷമായെന്നോ? 7 വർഷം. 7 വർഷമോ? സത്യം പറയടാ, നിന്റെ കൊച്ചുങ്ങളെല്ലാം ഏത് സ്കൂളിലാടാ? ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഞങ്ങൾ നല്ല കുടുംബത്തിൽ ജനിച്ചവരാ. അപ്പൊ ഞാൻ എന്റെ ആകാശത്തിൽ നിന്ന് പൊട്ടി വീണെന്നാണോ പറയുന്നേ? നിങ്ങൾ കാരണം ഞാൻ എന്റെ അലമേലുവിനെ പറപ്പിച്ചില്ലേ? നിന്നെ വിടില്ലടാ, ഇടിച്ചു നിന്റെ പരിപ്പ്. ഇപ്പൊ തന്നെ എല്ലാ കാര്യവും ഞാൻ ചേട്ടനോട് പോയി പറയടാ. നീ എന്റെ കബഡി കളിക്കുകയാണോ? എന്തിനിങ്ങനെ ആലോചിക്കുന്ന? ഒന്ന് വേഗം ആവട്ടെ. എന്താ വീണ്ടും ആ ടാങ്കിനകത്ത് കിടന്ന് കുളിക്കാൻ പോകുവാണോ? ഒന്ന് നിക്ക്. ഈ കാര്യം നിങ്ങളുടെ ചേട്ടന്റെ അടുത്ത് പോയി പറയുന്നതും പാണ്ടിലോരയ്ക്ക് തല വെക്കുന്നതും ഒന്നും ബാക്കിയുണ്ടാവില്ല. ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കോപ്പി അടിക്കുമ്പോൾ ടീച്ചർ പിടിച്ചാൽ എന്താ ചെയ്യുന്നേ? മിസ് ഞാൻ മാത്രമല്ല കോപ്പി അടിച്ചത് മിസ്, ഇവനും കോപ്പി അടിച്ചെന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്നവനെയും ഒറ്റിക്കൊടുക്കാറില്ലേ? അതേ ഫോർമുല തന്നെയാണ് നിങ്ങളുടെ ചേട്ടന്റെ അടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് അടുത്തുള്ള ചെറുക്കനെയല്ല, ആ ടീച്ചറിനെ തന്നെയാണ്. നമ്മളെ പോലെ തന്നെ നിങ്ങളുടെ ചേട്ടനെയും ലവിന് വഴിയൊരുക്കി കൊടുത്താ നടത്തി കാണിക്കുമടാ. ഐസ് കൊള്ളാല്ലേ? നല്ലതാടാ. എന്താടാ പഠിക്കേണ്ട സമയത്ത് ഐസ് നിന്നോണ്ടിരിക്കുകയാണ്? പോടാ, പോയി പഠിക്കേ. അതെ, നമുക്ക് പോകാം. പിന്നെ എന്ത് ചെയ്യാനാ? ആ പിള്ളേരവിടെ ഇരിക്കുന്ന കണ്ട് നിന്റെ ചേട്ടൻ അടിക്കാൻ പോയില്ലേ? അങ്ങോട്ടൊന്ന് നോക്കിക്കേ. അങ്ങേരുടെ വയസ്സിനും നരയ്ക്കും എന്തെങ്കിലും ബന്ധമുണ്ടോടാ? ഈ നാട്ടിലെ വലിയ പുള്ളിയാ. ഈ നരച്ച മുടിയും കൊണ്ട് മുഖ്യമന്ത്രി കളിച്ചാൽ ആരെങ്കിലും പ്രേമിക്കുവോ? എന്റെ ചേട്ടന്റെ തല നരച്ചതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. അതെങ്ങനെ? ആ ചായക്കടക്കാരൻ ഓരോ 10 മിനിറ്റിനും ചേട്ടന് കട്ടൻ ചായ കൊടുത്ത് മുടി നരപ്പിച്ചതാ. ചായക്കടക്കാരാ. എന്താ വേണ്ടേ?
ബായേ കച്ചവടം കൂടാൻ വേണ്ടി ഒരു ദിവസം 15 ചായ ഇവന്മാരുടെ ചേട്ടന് കൊടുത്ത് 3/4 ഭാഗവും ഈ പരുവത്തിലായി. ബാക്കി 1/4 ഭാഗം കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. അത് നീ ചായ കൊടുത്ത് കുളവാക്കല്ലേ. ഇവർക്ക് സത്യം ചെയ്ത് കൊടുക്ക്, നിന്റെ കടയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ആരേ ബായ്, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? എന്റെ അടുത്ത് ജോലിക്ക് വരുമ്പോ നിങ്ങളുടെ ചേട്ടന് 15 വയസ്സ്. രാവിലെ മുതൽ നിന്ന് ഗ്ലാസ് കഴുകിക്കൊണ്ടേയിരിക്കും. ഉച്ചയ്ക്ക് ഉണ്ണാൻ പാടാന്ന് വിളിച്ച് ഒരു പൊതി ചോറ് കൊടുക്കും. അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുതിര വേഗത്തിലാ അവൻ ഓടുന്നത്. എങ്ങോട്ടാടാന്ന് ചോദിച്ചാ അനിയന്മാർക്ക് ചോറ് കൊടുക്കാനാന്ന്. അപ്പൊ നിനക്കൊന്ന് ചോദിച്ചാ എനിക്ക് ചായ മതി ബാ എന്ന് പറയും. മാഷാ അല്ലാ, ചായ കുടിച്ചാടാ നിന്നെയൊക്കെ വളർത്തിയത്. അവൻ കുടിച്ചു ശീലിച്ചു, ഞാൻ കൊടുത്തു ശീലിച്ചു. നിനക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ചെയ്തോടാ. ചേട്ടൻ നമുക്ക് ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ലടാ. ചേട്ടന് വേണ്ടി നമ്മൾ എന്താ ചെയ്തേ? ഇനി നമുക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം വേണ്ട. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും ചേട്ടനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണം. അത് നടക്കുവോ? നടക്കും. ഈ ലോകത്തിൽ മനുഷ്യനായി പിറന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രേമകഥ ഉണ്ടാകും. പേര് കേട്ട ഹിറ്റ്ലറിന് പോലും ഒരു ലവ് സ്റ്റോറി ഉണ്ടായിരുന്നു. നിങ്ങളുടെ ചേട്ടനും കൗമാര പ്രായത്തിൽ എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചെമ്പരും തല്ലേ, നിന്നെ വലയിലാക്കുമെന്ന് തീർച്ചയായിട്ടും ഒരു ഡ്യൂറ്റ് പാടിയിട്ടുണ്ടാവും. അത് നമ്മളെങ്ങനെ അറിയും? നിങ്ങളുടെ ചേട്ടനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിയുന്ന ഏതെങ്കിലും ഒരുത്തൻ നമ്മുടെ വരവും കാത്ത് തീർച്ചയായിട്ടും കാത്തിരിക്കുന്നുണ്ടാവും. പിള്ളേരെല്ലാം ഉറങ്ങിയോ? വാതിലെല്ലാം അടച്ചോടി. അടുക്കളയുടെ കഥ അടച്ചോ? ബെഡ്റൂമിന്റെ കഥ കടച്ചോ മോളെ? നീ ജനൽ മാത്രം അടച്ചില്ലല്ലേടി. നീയൊക്കെ എന്തിനാടാ ഈ നേരത്തെ വന്ന് സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നത്? എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലല്ലേ? അതിന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. ഞങ്ങളുടെ ചോദ്യത്തിന് വേഗം ഉത്തരം പറഞ്ഞ ഞങ്ങൾ അങ്ങ് പോയേക്കാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, തന്റെ മക്കളെ ഞാൻ ഇപ്പൊ വിളിച്ച് എണീപ്പിക്കാൻ പോവാ. എന്തിനാടാ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്? ഈടാ നിങ്ങൾ മാത്രം ഭാര്യയായി കൊഞ്ചിക്കൊണ്ടിരിക്കും. എന്റെ ചേട്ടൻ ഒറ്റത്തടിയെ കഴിയണമെന്ന്. എടാ, നിന്റെ ചേട്ടൻ കല്യാണം കഴിക്കില്ലെന്ന് വാശി പിടിച്ച ഞങ്ങൾ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് തന്നെയാ ചേട്ടന്റെ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കണം. പറ ചേട്ടൻ ചെറുപ്പത്തിൽ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമമല്ല, വഴക്ക് മാത്രം. ചുമ്മാതിരിക്കടാ. ഈ മോന്ത കണ്ട് ബോറടിച്ചിരിക്കുക. ദൈവം ഇതൊന്ന് വേഗം പറ. അന്ന് ഞാനും വിനായകനും നാഗമ്പടത്ത് 6ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുക. അന്ന് സ്കൂളിലെ ഒരു മത്സരം ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ ചേട്ടൻ ഗോപികയെ എന്നും പറഞ്ഞ ആ പെണ്ണിന്റെ പുറകെ ഇങ്ങനെ ചുറ്റി അങ്ങ് നടക്കും. നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെടാല്ലേ? അവളെ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ പൊക്കിയിരിക്കും. ചേട്ടന് നമ്മള് കല്യാണം നടത്തുന്നു. Come on, go. അപ്പൊ ആ 4 പേരെ നിങ്ങൾ എന്ത് ചെയ്യും? ഏത് 4 പേര്? ഗോപികാദേവിയുടെ ഭർത്താവിനെയും 3 പിള്ളേരെ. എന്താടോ പറയുന്നത്? ആ ഗോപികാദേവി കുടുംബത്തോടെ ശിവഗിരിയിൽ അങ്ങ് സെറ്റിലായി. കഴിഞ്ഞ മാസം ക്യാമ്പിന് പോയപ്പം കണ്ടതാ. ഉണ്ടായിരുന്നു ഒരേ റൂട്ട്. അതും ഇപ്പോൾ ഡെഡ് എൻഡ് ആയല്ലോ. അതെ, നിന്റെ ചേട്ടൻ ഇനി താലയൊന്നും കെട്ടാൻ പറ്റില്ല. വേണമെങ്കിൽ തലയിൽ ഒരു തോർത്ത് കെട്ടിക്കോട്ടെ. നിക്കടാ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചേട്ടന് ആ പെണ്ണിനേക്കാളും ഗോപികാദേവി എന്നുള്ള ആ പേരിനോടാ ഇഷ്ടമെന്ന് തോന്നുന്നു. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അതേ പേരിലുള്ള ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് ചേട്ടന്റെ മുന്നിൽ കൊണ്ട് നിർത്ത്. ചേട്ടൻ അപ്പൊ തന്നെ വീഴും. ഡാ, ഒന്ന് വേഗം കൊടുക്കടാ. ഈ ഇൻസ്പെക്ടറിന് കൊടുക്കാനാണോ? നീ ഡയലോഗ് അടിച്ചോണ്ടിരിക്കാതെ വേഗം ഒന്ന് ഒപ്പിട്ട് കൊടുക്കടാ. വക്കീലേ, ദിവസവും മര്യാദയ്ക്ക് ഇവിടെ ഒന്ന് ഒപ്പിടാൻ പറയണം. ഇല്ലെങ്കിൽ ഇവന്മാരുടെ കേസുകളെല്ലാം കൂടെ തന്റെ തലയിൽ വെച്ച് തരും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കേ. സാർ, സാറിന്റെ കയ്യിലുള്ള ഫയലുകളൊക്കെ തപ്പി ഗോപികാദേവിന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും പെൺകുട്ടികളിലേക്ക് ഞങ്ങളുടെ ചേട്ടനെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി. ഇവൻ എന്താ പറയുന്നത് വക്കീലേ? സാർ ദേഷ്യപ്പെടണ്ട. ഗോപികാദേവി ആയതുകൊണ്ടാണോ ക്ഷേത്രങ്ങളോടും വിഗ്രഹങ്ങളോടും ഇത്രയും താല്പര്യം? നിങ്ങൾക്ക് ഗോപിക എന്ന് പേരിട്ടത് ആരുടെ താല്പര്യമനുസരിച്ചാണ്? ദയവ് ചെയ്ത് അതൊന്ന് പറയാമോ? ശ്രോതാക്കളെ, നിങ്ങൾ കേൾക്കുന്ന ഈ പരിപാടി ഇപ്പോൾ പത്മനാഭ സ്വാമി എവിടെയാണോ പോകുന്നത്? ഈ പരിപാടി അടുത്ത ആഴ്ച വീണ്ടും സംപ്രേഷണം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് സംസാരിച്ചത് പ്രമീള. ആരാ? ഗോപികാദേവിയാണോ? ഗോപികാദേവി, സൂക്ഷിച്ച്. ഗോപികാദേവി, സൂക്ഷിച്ച്. നമ്മുടെ ഗോപികാദേവി. ആദ്യം ഈ ഗോപികാദേവിനെ ചേട്ടനെ എങ്ങനെയാണ് ഒപ്പിച്ചു കൊടുക്കാന്നൊന്ന് ആലോചിക്കും.